ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്തിനമ്മേ ഇത്രയധികം പ്രസാദം നെറ്റി തൊടുന്ന്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദേവിയുടെ പ്രസാദ. തൊടിക്ക് നന്നായി തൊടിച്ചു നിർത്ത്. ഇന്നത്തോടെ എല്ലാത്തിനൊരു തീരുമാനം ഉണ്ടാകാൻ പോവല്ലേ. തന്റെ വേലയൊക്കെ തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. തന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ, വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. അതുകൊണ്ട് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ. ഇവിടെ ഇന്ന് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ പ്രതാപന്റെ കയ്യിൽ നിന്നും അവൻ ഉടവാള് വാങ്ങാൻ പോകുന്നില്ല. ഈ ചടങ്ങ് അംബിക മുടക്കൂന്ന് മാത്രമല്ല, രാജുവും ഋതികയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ഇവിടെ വച്ച് ഈ കാവിൽ വെച്ച് തെളിയിക്കും. മാഡം, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. രാജുവിന് സ്വത്തുക്കളോ സ്വർണമോ പണമോ ഒന്നും വേണ്ട. ഋതിക മാഡത്തെ അവന്റെ കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ രാജുവിനോട് സംസാരിക്കാം. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തോ. വർമ്മ സാറ് അങ്ങനെയൊന്നും ചിന്തിച്ചു പോലും കാണില്ല. വർമ്മ സാറ് അംബിക മാഡത്തിന് സ്വത്തുക്കളോട് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞ വർമ്മ സാറ് അംബിക മാഡത്തിന് എഴുതി തരില്ലേ? വർമ്മ സാറിന്റെ സ്വഭാവം അംബിക മാഡത്തിന് അറിയാവുന്നതല്ലേ? എടോ, താനേ എന്റെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടണ്ട. ഞങ്ങളുടെ കുടുംബ സ്വത്ത് എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. താൻ ആദ്യമേ എന്റെ അനിയന്റെ മകളെ കണ്ട് മനസ്സിൽ കെട്ടിയ മനക്കോട്ടയില്ലേ, അതങ്ങ് മറന്നേക്ക്. അതിനി നടക്കാൻ പോകുന്നില്ല. അംബിക മാഡം, താൻ പോടും. എന്താ രമ്യ നീ പറയുന്നേ? നമ്മൾ എന്തിനാ അവരുടെ കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് പോകുന്നത്? നീ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി അടങ്ങുമെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? അയ്യോ അമ്മേ, രാജുവിന് എന്തിനാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? അതിനാണ് ഞാൻ അമ്മയോട് എന്റെ ഒപ്പം വരാൻ പറയുന്നേ. എന്തൊക്കെ ഭ്രാന്താടി നീ പറയുന്നേ? ഭ്രാന്തല്ലമ്മേ, സത്യമാണ്. അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ രാജു ശരിക്കും ഋതികയെ താലി കെട്ടിയിട്ടില്ലെന്ന്. അതെ, ഇപ്പൊ അമ്മ എന്റെ കൂടെ കാവിലേക്ക് വന്ന അമ്മയ്ക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. രാജു ഋതികയും ചേർന്ന് നടത്തിയ നാടകങ്ങളൊക്കെ നുണയായിരുന്നു എന്ന് ഇന്ന് കാവില് വെച്ച് അംബിക മേഡം തെളിയിക്കാൻ പോവുക. സത്യം പറയടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചോണ്ട് പോയി വേറെ എന്തെങ്കിലും കുരുക്കിൽപ്പെടുത്താനാണോ നിന്റെ പ്ലാൻ? അല്ല അമ്മേ, മന്ത്രിയുടെ മകളെ രാജു വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രാധമ്മയും വേണുവെങ്കിലും അവര് രണ്ടുപേരുവേ അമ്മയുടെ മുമ്പിൽ ഒരുപാട് ഷൈൻ ചെയ്തതല്ലേ? അതെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ചേ അവര് രണ്ടാളും നാണം കെടുന്നത് അമ്മയ്ക്ക് കാണണോ വേണ്ടയോ? അങ്ങനെ ചോദിച്ചാൽ വേണം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലേ അമ്മ വാ. രാജുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഞാൻ അവന് വേണ്ടി കാത്തിരുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. വേണുവെങ്കിളിന്റെ രാധമ്മയുടെ അഹങ്കാരം ഉരുകി ഇല്ലാതാവുന്ന കാഴ്ചയും കണ്ട് അമ്മയ്ക്ക് സന്തോഷായി തിരിച്ചു വരാം. നോക്കി നിക്കത് പോയി ഒരുങ്ങമ്മേ. വേഗം ഒരുങ്ങി വാ. ശരി, ഞാനിപ്പോ വരാം. ഒരു 10 മിനിറ്റ്. എന്തിനമ്മേ ഇത്രയധികം പ്രസാദം നെറ്റി തൊടുന്ന്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദേവിയുടെ പ്രസാദ. തൊടിക്ക് നന്നായി തൊടിച്ചു നിർത്ത്. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകാൻ പോവല്ലേ.
സത്യങ്ങളൊക്കെ അമ്മാവൻ അറിഞ്ഞു കഴിയുമ്പോ ആ ഉടവാളിന്റെ പിടികൊണ്ട് നിനക്ക് നല്ല അടി കിട്ടണ്ടേ രാജു? മതിയമ്മേ. അച്ഛ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല മോനെ. എന്തോ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന ആളല്ലല്ലോ വേണുവേട്ടൻ. അതും ഇങ്ങനൊരു നല്ല ദിവസമായിട്ട്. ഇവിടെ നടക്കാൻ പോകുന്ന എന്തെങ്കിലും പൂജയുടെ കാര്യത്തില് അച്ഛൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കാണും. അവര് പറ്റില്ലെന്നും പറഞ്ഞു കാണും. അല്ലാതെന്താ? ചുമ്മാ തിരിയടി, എരുതിയിൽ എന്നെ ഒഴിക്കാതെ. അച്ഛ, അംബികമ്മയുടെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല മോനെ, എനിക്കൊരു ചെറിയ തലവേദന. ഞാനെന്തെങ്കിലും ടാബ്ലറ്റ് കിട്ടുന്നറിയാൻ അപ്പുറം വരെ ഒന്ന് പോയി നോക്കിയതാ. ഈ ഭാഗത്ത് അങ്ങനെ കടകളോ മെഡിക്കൽ സ്റ്റോറോ ഒന്നും ഇല്ല എന്നുള്ളത് അച്ഛൻ അറിയാവുന്നല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ടാബ്ലറ്റ് മേടിച്ചോണ്ടിരാം. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയ ഒരു ഷോപ്പുണ്ട്. ഏയ് അതിന്റെ ആവശ്യമില്ല മോനെ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചപ്പോ പകുതി വേദന അങ്ങോട്ട് മാറി. ഇപ്പൊ ഞാൻ ഓക്കെയാ. കാവിലെ ചടങ്ങുകൾ കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രോത്സവത്തിന്റെ തീയതിയും ഉത്സവത്തിന്റെ ചടങ്ങുകളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ശരി, ക്ഷേത്ര ഭാരവാഹി എന്തു പറയുന്നു? വർമ്മ സാറിന്റെ തീരുമാനം പോലെ ഇത്തവണ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എന്താ പറഞ്ഞോളൂ. അത് ഇത്തവണ ഉത്സവത്തിന് 11 ആനകളെ വേണമെന്നാ ആനപ്രേമികളായ ഭക്തരുടെ അഭിപ്രായം. പിന്നെ ഓരോ വർഷവും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. അതുകൊണ്ട് ഊട്ടുപുരയൊന്ന് വലുതാക്കി പുതുക്കി പണിയണം. അതിനെന്താ, എല്ലാം ഷെയറിനോട് സംസാരിച്ചാൽ മതി. ശരി ചേട്ടാ, ഇനി മുതൽ ഞാനല്ല, രാജു വേണം ഇതൊക്കെ നോക്കി നടത്താനും സംസാരിക്കാനും. നീ രാജുവായിട്ട് സംസാരിച്ചാൽ മതി, ഞാൻ അവനോട് സൂചിപ്പിക്കാം. ശരി ചേട്ടാ. വർമ്മ സാറേ, ഇനി സമയം വഹിക്കാതെ ചടങ്ങിന്റെ ആദ്യഘട്ടമായ അഭിഷേകത്തിലേക്ക് നമുക്ക് കടക്കാം. അഭിഷേകോ? അതെ, കുഞ്ഞിനൊന്നും അറിയില്ലായിരിക്കും അല്ലേ? ഇവിടെ അവസാനമായി കാവിൽ നടന്ന ഉടവാൾ കൈമാറ്റം കോവിലകത്തെ വലിയ കാരണവന്മാർക്കും വർമ്മ സാറിനും ഇടയിലായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു. അഭിഷേകം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉടവാൾ കൈവാങ്ങേണ്ട പുതിയ അവകാശിയെ ആദരിച്ചിരുത്തി മഞ്ഞൾ വെള്ളം ധാരധാരയായി തലയിലൊഴിച്ച് ശരീരം ശുദ്ധമാക്കിയതിനു ശേഷം ദേഹത്ത് ചന്ദനം പുരട്ടി ശുദ്ധമായ പശുവും പാലിൽ ആ ശരീരം വെള്ളത്തിൽ നീരാടി അവകാശി നീരൊഴുക്കിൽ കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരികെ വന്ന് ദേവിയുടെ മുന്നിൽ കലശം സമർപ്പിച്ച ശേഷമാണ് ഉടവാൾ കൈമാറേണ്ടത്. അതാണ് നമ്മുടെ ആചാരം. വർമ്മ സാറേ, രാജുവിനെ വിളിച്ചോളൂ. ശരിയാ, ചെല്ല. ശരി ചേട്ടാ.